ഇപ്പം നമ്മുടെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയില് 2 ക്ലാസ് പിന്നിട്ട് കഴിഞ്ഞു. 2 ക്ലാസ് പിന്നിട്ടപ്പോൾ 2 പോയിന്റ് അവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. മൊത്തം 9 പോയിന്റ് ആണ് ഇതിനകത്തുള്ളത്. 2 പോയിന്റ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ആ 2 പോയിന്റ് ഇതാണ്. ഒന്ന്, ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. 4 എണ്ണം ഉണ്ട് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. law of conservation of mass, law of definite proportion, law of multiple proportion, Gay-Lussac's law of gaseous volumes. ഇങ്ങനെ 4 എണ്ണമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ 4 എണ്ണം അറിയാം. പിന്നീട് ആ സ്റ്റേറ്റ്മെന്റും അതേപോലെ ആരാ കണ്ടുപിടിച്ചെന്ന് മാത്രം നിങ്ങളൊന്ന് അറിയുക. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ ദിവസം വന്ന് ഞാൻ എടുത്തത് അതായത് കൺസെപ്റ്റ്, അതായത് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും ബേസ് ചെയ്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണെന്നും പറഞ്ഞു. എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് പറഞ്ഞു, മോളിക്കുലർ ഫോർമുല എന്താണെന്ന് പറഞ്ഞു, ഇതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അല്ലേ. അതിനെ ബേസ് ചെയ്ത് അതിന്റെ പ്രോബ്ലം നമ്മൾ 2 ചെയ്തു. അപ്പൊ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ബുക്കിലുള്ളത് ചെയ്ത് നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതും അറിയാമെങ്കിൽ പിന്നെ ഡോണ്ട് വറി അബൌട്ട് ദിസ്, ആ പോയിന്റ്, അതായത് എന്താ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. പിന്നീട് ഇന്ന് 3ാമത്തെ പോയിന്റ്, പാർട്ട് 3 എടുക്കുകയാണ്. 3ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾ പറയും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറ് പറയുന്നത്. അതെ, കാരണം ഈ സം ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയിലെ ഈച്ച് ആൻഡ് എവരി കോർണറിലുള്ള സാധനങ്ങളാണ്. ഇത് പലയിടത്തും നമ്മൾ അപ്ലൈ ചെയ്യും കെമിസ്ട്രിയിൽ പലയിടത്തും. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ടിലാണ് എടുത്തത് ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലാസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ ഇതാണ് ആദ്യം നമ്മൾ തീർത്തത്. രണ്ടാമത് തീർത്തത് നമ്മള് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. ഈ 3ാമത് ഇപ്പൊ പറയാൻ പോവാണ് മോൾ കൺസെപ്റ്റിലേക്ക് വരാൻ പോവാം. മോൾ കൺസെപ്റ്റ് എന്താണ്? മോൾ കൺസെപ്റ്റ് അതാണ് 3ാമത്തെ പോയിന്റ്. നോക്കാം. ഇപ്പോ മോൾ കൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ എന്താണ് മോൾ എന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ എ മോൾ? എന്താണ് ഒരു മോൾ എന്ന് പറഞ്ഞാൽ? ഇപ്പോ സോഡിയം ക്ലോറൈഡ് തന്നെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റൂല. ഇത് ഉപയോഗിച്ചെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ബോഡിക്കും ആവശ്യമുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഉപ്പില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ബ്ലഡിന്റെ ആ ഫ്ലോ തടയും. ഫ്ലോ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിശക്തി ഉണ്ടാകത്തില്ല. അത് മാത്രമല്ല സ്റ്റക്ക് ഉണ്ടാവും. കൂടിയാലും കുഴപ്പമാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഉപ്പെന്ന് പറയുന്ന സാധനം. ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ബോഡിയിൽ വേണം. അതുകൊണ്ട് തന്നെ ഇതിനടുത്ത് സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുകയാണ്. ആർക്കും വിഷമമില്ലെന്ന് തോന്നട്ടെ. ഇല്ലല്ലോ? ഇല്ല, ആർക്കും വിഷമമില്ല. അപ്പൊ സോഡിയം ക്ലോറൈഡ് എടുത്തിരിക്കുകയാണ്. ഈ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് അറിയാം, 23 ആണെന്നറിയാം. ക്ലോറിന്റെ 35.5 ആണെന്നറിയാം. അപ്പൊ കൂട്ടും എത്ര വരും? 58.5 എന്ന് വരും. എന്ന് പറഞ്ഞാൽ മോളാർ മാസ് എന്ന് പറയുന്നത് 58.5 ആണ്. ഈ മോളാർ മാസിനകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എത്ര? 6.02 10⁻⁴
23. ഇത്രയും മോളിക്യൂൾസ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഇത്രയും ഗ്രാമിന് ഇത്രയും മോളിക്യൂൾസ് ഉണ്ടാവും. ഇതിന്റെ വെയിറ്റ് ആണ് അതായത് 1 മോൾ എന്ന് പറയുന്നത്. അതായത് 50.5 ഗ്രാം സോഡിയം ക്ലോറൈഡിന്റെ വെയിറ്റ് ആണ് വാട്ട് ഈസ് കാൾഡ് 1 മോൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത്രയും ആറ്റത്തിന്റെ മോളിക്യൂൾസിന്റെ വെയിറ്റ് ആണ് വാട്ട് ഈസ് കാൾഡ് 1 മോൾ എന്ന് പറയുന്നത്. വേണ്ട, നമ്മളിപ്പം പിന്നെ ഇത് എടുക്കണമെന്നില്ല. വേറെ ഏതെങ്കിലും സൾഫർ ഡയോക്സൈഡ് എടുത്ത് നോക്കിയേ. സൾഫറിന്റെ 32, ഓക്സിജന്റെ 32 അപ്പൊ 64. ഈ 64 ഗ്രാമിന് ഇത്ര ആറ്റംസ് ഉണ്ടാവും. ഇതിന്റെ വെയിറ്റ് ആണ് 1 മോൾ. അല്ലെങ്കിൽ 64 ഗ്രാമിന്റെ സൾഫർ ഡയോക്സൈഡിന്റെ വെയിറ്റ് ആണ് 1 മോൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻ ബൈ 1 മോൾ? ഒരു ഡെഫിനിഷൻ കൊടുക്കാം. മോൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. എന്താ? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ ദ മാസ് മോളിക്കുലാർ മാസ്. അതാണ് വാട്ട് ഈസ് കാൾഡ് 1 മോൾ. ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ വാട്ട് ഈസ് മോൾ, എ മോൾ എന്ന് ചോദിച്ചാൽ വീട്ടിലെ കുഞ്ഞുമോളെ കുളിക്കുന്നത് എങ്ങനെയാണ്? മോൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം is a mass of അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. ഇത്രയും മോളിക്യൂൾസിന്റെ മാസിനെയാണ് 1 മോൾ എന്ന് പറയുന്നത്. What do you mean by മോൾ? മോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. The mass of അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മക്കളെ ഇത് താണ്ട നോക്കിയേ, ഇത്രയും മോളിക്യൂൾസിന്റെ മാസ് ആണ് ഒരു മോൾ എന്ന് പറയുന്നത്. നിങ്ങൾ എണ്ണി നോക്കിയേ, 6.1023 എന്ന് പറഞ്ഞാൽ 602 ഇട്ട് ഒരു 21 0 എടുത്ത് വായിച്ചേ. അത്രയും മോളിക്യൂൾസ് എണ്ണിയെടുത്ത് അതിന്റെ മാസ് ആണ് വാട്ട് ഈസ് കാൾഡ് മോൾ എന്ന് പറയുന്നത്. 1 മോൾ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇത്ര ഓർക്കുക, വേറെ ഒന്നും ഓർക്കണ്ട. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. It is the mass of Avogadro number of molecules. ഇതൊക്കെ എല്ലാം വിട്ടാല് it is the mass of Avogadro number of molecules. What is my mole? It is the mass of Avogadro number of molecules. What do you mean by mass? And what is my mole? It is the mass of Avogadro number of molecules. മതിയല്ലോ? മതി. ഇതാണ് വാട്ട് ഈസ് കാൾഡ് മോൾ. വാട്ട് ഡു യു മീൻ ബൈ മോൾ? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മാസ് ഓഫ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഇറ്റ് ഈസ് ദ മാസ് ഓഫ് അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മതിയായി? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസെപ്റ്റിലേക്ക് വരാം. എന്താണ് ഈ മോൾ? എങ്ങനെയാണ് മോൾ കണ്ടുപിടിക്കുന്നത്? അതിന് ഞാനൊരു കൊച്ചു പണി തരാം. ഇത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വെച്ചിരുന്നാൽ മതി. കാരണം എല്ലായിടത്തും നിങ്ങൾ പലയിടത്തും അപ്ലൈ ചെയ്യത്തില്ല. വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. മോൾ ഈക്വൽ ടു തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര മോളെന്ന് കിട്ടും? തന്നിരിക്കുന്ന മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മാസ് തരികയാണെങ്കിൽ ആ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര മോളെന്ന് കിട്ടിയിരിക്കും. അതെല്ലാം മാസല്ല തരത്തില്ലെങ്കിൽ വോളിയം തരികയാണെങ്കിൽ അതിനെ 22.4 ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലിറ്റർ ആണിത്, ml ആക്കണേ 22,400. വോളിയം തരികയാണെങ്കിൽ, മാസല്ല തരുന്നതെങ്കിൽ ചില വോളിയം ആയിരിക്കും തരുന്നത്. ഇപ്പൊ 500 ml ആയിരുന്നത്, അപ്പൊ ഇതിന് തന്നിരിക്കുന്നതിന് ഇതുകൊണ്ട് ഇത് ലിറ്ററിലാണ്. അല്ലെ വോളിയം ml തരുവാണെങ്കിൽ ml ആക്കി മാറ്റണം. 22,400 അപ്പൊ എത്ര ml ആക്കി മാറ്റണം? ലിറ്റർ ആണ്. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും മോളിക്യൂൾസ് തരുവാണെങ്കിലോ? മോളിക്യൂൾസ് തരികയാണെങ്കിൽ ഇത് എന്നെ മോളിക്യൂൾസ് തന്നിരിക്കില്ല. മോളിക്യൂൾസ് തരികയാണെങ്കിൽ അവഗഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. NA
NA എന്ന് പറഞ്ഞാൽ അവാർഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് വരാൻ വേണം അവാർഡ് നമ്പർ വേണമെങ്കിൽ എഴുതാം. 6.02 into 6.02 10⁻23 ഡിവൈഡ് ചെയ്താണ്. ഇത്രയും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഏത് കെണികെട്ടിയ ഇക്വേഷനും നമ്മൾ ചെയ്തിരിക്കും. ഇത് വളരെ സീക്രട്ടോടെ ചെന്നാൽ മതി. ഒരു സീക്രട്ട് കോഡാണ്, ഒരു ഭയങ്കര കോഡാണ്, സീക്രട്ട് കോഡാണ്. ഇതുണ്ടെങ്കിൽ ഏത് സാധനം തന്നാന്നൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കി അതൊന്ന് എഴുതി വെക്കേ. മോൾ ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ്. എഴുതിക്കണം. ഇങ്ങനെ എഴുതിയാൽ ഷോർട്ട് ആക്കും. ഒരുപാട് ഷോർട്ട് ആക്കണം നമ്മൾ. അല്ല എഴുതിയ ടെസ്റ്റ് ആറി വെച്ച് കിടപ്പുണ്ട്. അന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻട്രൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ അങ്ങ് പഠിച്ചെടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. അതിന്റെ ഗ്യാരണ്ടി എനിക്കാണ്. ഫുൾ ഗ്യാരണ്ടി എനിക്കിതാണ്. അതെ യെസ്, ഇത് തന്നെ ഇങ്ങനെ പഠിച്ചെടുത്തതാണ്. മോൾ പക്ഷെ ഇത്ര ഓർക്കണം. മോൾ ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. വോളിയം ആണെങ്കിൽ വോളിയം ബൈ 20.4. നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണെങ്കിൽ N ബൈ 6.23. ഓക്കെ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം തരട്ടെ. ഇത് ഞാൻ മാറ്റി അങ്ങോട്ട് മാറ്റുക. നമുക്ക് ആവശ്യത്തിന് എഴുതുക. ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ടേക്കട്ടെ ചെറുതായിട്ട്. അല്ല വിട്ടാൽ പറ്റത്തില്ല. ഇങ്ങോട്ട് എഴുതിടാം. മോൾ ഈക്വൽ ടു ഒന്നും എഴുതാണ് മാസ് ബൈ മോളാർ മാസ്. ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നു. വോളിയം ബൈ 22.4 ലിറ്റർ. മോളിക്യൂൾസ് ബൈ 6.02 10⁻23. ഇതുണ്ടെങ്കിൽ ഈ പോയിന്റ് വളരെ കൃത്യമായിട്ട് മാറ്റും. ഒരു നല്ലൊരു പ്രഥമൻ കഴിക്കുന്ന എഫക്ട് കിട്ടും. ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതെ, നല്ലൊരു എഫക്ട് കിട്ടും. നോക്കിക്കോ. നമുക്ക് ചെയ്യാം. ഓരോ തരം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കും. ഒരു ക്വസ്റ്റ്യൻ മൂന്നാമത്തെ പാർട്ടില് മോൾ കൺസെപ്റ്റ് ആണ്. മൂന്നാമത്തെ പാർട്ടിലേക്കാം. റൈറ്റ് ഡൗൺ. Find the number of moles. Find the number of moles of 2.2 gram carbon dioxide. 2.2 gram carbon dioxide. നമ്പർ ആറ്റം വരട്ടെ. പറയാം. ഇതാദ്യം മോളിക്യൂൾസ് എടുക്കുക. മോളിൽ പറയാം. 2.2 gram കാർബൺ ഡയോക്സൈഡ്. യെസ്, നമുക്ക് എഴുതാം. മോൾ ഇത് ഏത് ഫോമിൽ എടുക്കുമെന്ന് നോക്കാം. മോൾ ഈക്വൽ ടു മാസ് അല്ലേ തന്നിരിക്കുന്നത്, അത് ഈ ഫോമിൽ എടുക്കണം. മാസ് ബൈ മോളാർ മാസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാസ് എത്ര തന്നിരിക്കുന്നത് 2.2 തന്നിട്ടുണ്ടോ. ബൈ മോളാർ മാസ് കണ്ടുപിടിക്കണം. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. ഓക്സിജൻ 16, 2 ഓക്സിജൻ 32. അപ്പൊ എത്ര വരും? 44 വരും. കണ്ടോ, 44. ദാറ്റ്സ് ഈക്വൽ ടു ഇത് കട്ട് ചെയ്യുമ്പോ എത്ര വരും? 1/20 വരും അല്ലേ? 1/20 വരത്തില്ലേ? വരില്ലേ? 2 ഒരു 0 കൂടെ വരത്തില്ലേ? അതെ, 1/20. ദാറ്റ്സ് ഈക്വൽ ടു 1/20. കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ കളിച്ചു നോക്കിയാൽ മതി. 0.0005. അപ്പൊ ആൻസർ ഈസ് 0.05 ഇസ് ദി ആൻസർ. ഇത്രയും മോള് കാണുന്നതിനകത്ത് ആണ്ടോ. ആൻസർ ക്ലിയർ. ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. ഇത്ര മാത്രം നിങ്ങൾ റിമെമ്പർ ദാറ്റ് ദിസ് മച്ച് ഓൺലി. മാസ് തരുവാണെങ്കിൽ മാസ് ബൈ മോളിക്കുലർ മാസ്. ആരുടെ മുന്നിലും അസന്നിഗ്ധമായിട്ട് ഒരു ഇതുമില്ലാതെ, ഒരു ഉഴുപ്പുമില്ലാതെ, ഒരു മടിയും കൂടാതെ പ്രസന്റ് ചെയ്യണം. മോൾ ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. അതെ, മോൾ ഈക്വൽ ടു മാസ് ബൈ മോളാർ മാസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി തരിക. ഇത് എഴുതിയല്ലോ. എഴുതി തർക്കം ഉണ്ടെങ്കിൽ പറയണം. ഇല്ല, തർക്കമില്ല. ആർക്കും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. മാസിനെ ബേസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ. റൈറ്റ് ഓൺ ദിസ്.
find the number of moles of 3.2 gram oxygen. 3.2 gram oxygen. 3.2 gram oxygen. യെസ്. മാസ് അല്ലേ വീണ്ടും പോയിന്റ് എഴുതുക. മാസ് എത്ര? 3.2. മോളാർ മാസ് ഓക്സിജൻ 16, 32. അപ്പൊ എത്ര? വാട്ട്? 0.5 is the answer. 0.5 മോൾ. ഏത് വന്നാലും ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് വലുതാണ് വേണമെങ്കിൽ വലുതെഴുതിക്കോ, ഒരു കൊച്ചു വലുതെഴുതിക്കോ. ഇപ്പൊ തന്നെ ഇതാക്കണം, നീ മാറ്റരുത്. ഇതൊരു ക്ലിക്കാണ്. ഇങ്ങനൊന്നും സ്കൂളിലേക്കൊന്നും അയക്കാൻ പറഞ്ഞു തരുന്നത്. ഇതൊരു ക്ലിക്കാണ്. എനിക്ക് ഒരു ഒറ്റ കണക്ഷനാണ്. ആർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്യരുത്. ഒറ്റ ക്ലിക്കായിട്ട് ഇട്ടേക്കാം നമുക്ക്. ഒരെണ്ണം എഴുതി. .9 gram 4.9 gram sulfuric acid. 4.9 gram sulfuric acid. Calculate the number of moles. Number of moles. Substitute 4.9 mass 4.9. Molar mass നോക്കാം. ഹൈഡ്രജന്റെ 1 plus 1 2. സൾഫർ 32. ഓക്സിജൻ 64. കുട്ടിക്ക് 16 4 64. 4 6 8 6 9 98 98. കട്ടിങ് എത്ര വരും? 1/20. എത്ര ചെയ്ത 0.05 മോളം വരും. ഏത് കെടികെട്ടിയ സാധനങ്ങൾ കൊണ്ടുവന്നു മാസ് വരുവാണെങ്കിൽ ഈ ഫോമുല ഉപയോഗിച്ചാൽ മതി, വേറെ ഒന്നും അറിയില്ല. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ബൈ മോളിക്കുലർ മാസ്. ക്ലിയർ? 0.1 ആണോ? 0.1 വരത്തില്ലല്ലോ. 0.1 98 വരണ്ടേ? ഇതേ ഡിവൈഡ് ചെയ്ത് കാൽക്കുലേറ്റ് അടിച്ചു നോക്ക്. 0.5 അല്ലേ? 0.1 ആണെങ്കിലേ ഇത് 98 വരണ്ടേ? ശരിയാണോ? ശരിയല്ലേ? മാസ് 4.9 ബൈ സൾഫ്യൂരിക് ആസിഡ് മോളിക്കുലർ മാസ് 98. കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഓക്സിജൻ 32 ആണ്. നേരത്തെ പറഞ്ഞ എത്ര ആവുന്നേ? ഓ അത് ശരി. പറഞ്ഞോ. 3.2 by 32 അല്ലേ? ദാറ്റ് ഈസ് 0.1. ശരി, ഓക്കെ. മോളാർ മാസ് 32. ഞാൻ എത്ര പറഞ്ഞത്? ശരി, കറക്റ്റ് ചെയ്തോണം. ശരി, ഓക്കെ. ഇനി അടുത്തത് വോളിയം തരികയാണെങ്കിൽ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ number of moles of ammonia which occupies in a vessel of oleum 112 ml 112 ml 112 ml 112 ml
112 ml. എഴുതിട്ടോ, എഴുതി. അപ്പൊ നമുക്ക് ചെയ്യാം. ആദ്യം ഒരെണ്ണം തന്നെ ചെയ്യാം. മോൾ ഈക്വൽ ടു ഈ ഫോമിൽ എടുക്കണം. വോളിയം തന്നിരിക്കുന്ന ഈ ഫോമിൽ എടുക്കണം. ആണോ? ഇവിടെ ml ആയതുകൊണ്ട് നമുക്ക് ml മാറ്റണം. മറക്കരുത്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ml അല്ല, അതുകൊണ്ട് ml മാറ്റണം. അപ്പൊ വിക്ക് വരെ എഴുതാം 112/22,400. ഇത് കട്ട് ചെയ്യുമ്പോൾ എത്രയും നോക്കി ശ്രദ്ധിച്ചോണം. ഞാൻ രൂപത്തിലാണ് എഴുതുകയാണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. 200 വരത്തില്ലേ? 1/200. 1/200 .000 അല്ലേ 5 .005 രൂപ. ഓക്കെ, നിങ്ങൾ കാൽക്കുലേറ്റ് അടിച്ച് നോക്കിയാൽ ഞാൻ നോക്കണ്ട, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, കാൽക്കുലേറ്റ് അടിച്ച് നോക്കുക. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഇരിപ്പുണ്ട്, കാൽക്കുലേറ്റ് അടിച്ച് നോക്കുക. ഒരുപാടൊന്നും ആലോചിക്കാനേ ഇല്ല, ആലോചിക്കരുത്. ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കൺസെപ്റ്റ് മൊത്തം പോകും. നിങ്ങൾ സ്കൂളിൽ ചെന്ന് ആ വിളം ഉണ്ടാക്കരുത്. അവിടെ ഇങ്ങനെയൊന്നും പറഞ്ഞു തരത്തില്ല. ഒരുപക്ഷെ സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഇങ്ങനെ നോക്കിയാണ് നിങ്ങൾ പറഞ്ഞു. ഇത് നാളെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, കുഴപ്പമില്ല. 0.5 ഇത് കറക്റ്റാണോ? നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. ഈ ആൻസർ നിങ്ങൾ നോക്കണ്ട, ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. എന്നാൽ നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. ഓക്കെ, 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 ശരി. അടുത്തിലേക്ക് കേട്ടോ. ഒരെണ്ണം എടുത്തിട്ടെ ഞാൻ ഒറ്റ ഒരെണ്ണം. Find the volume occupied by, find the number of moles, number of moles of, find the number of moles of chlorine. Occupies in a vessel of oleum, 11.2 liter. 11.2 liter. ഇപ്പൊ നമ്മുടെ എത്ര എഴുതാം? മോൾസ് ഈക്വൽ ടു വി ബൈ 22.4 ലിറ്റർ ആയുണ്ട്. വോളിയം എടുക്ക് 11.2 ബൈ 22.4. എത്ര വരും? 1/2. 0.5. ഞാൻ പറഞ്ഞു ഈ വാല്യൂ നിങ്ങൾ നോക്കണ്ട, ഇത് നോക്കുക മാത്രം മതി. ഇത് തെറ്റിയ നിങ്ങൾ നോക്കണ്ട. നിങ്ങളായ കാൽക്കുലേറ്റ് ഇരിക്കുന്നത് നിങ്ങളുടെ കാൽക്കുലേറ്റ് നിങ്ങൾ അടിച്ച് നോക്കുക. എന്നിട്ട് കറക്റ്റ് അല്ലെങ്കിൽ എന്ന് പറയുക, സാർ അവിടെ മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ ഇതൊന്നും ചെയ്യാമല്ലോ, വോളിയം തന്നാൽ ചെയ്യാമല്ലോ. ചിലപ്പോൾ വോളിയം തരും, എന്നിട്ട് മോള് കണ്ടുപിടിക്കണം. ചിലപ്പോൾ മോള് തരും, വോളിയം കണ്ടുപിടിക്കണം. ക്രോസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുത്തപ്പോൾ വോളിയം കിട്ടും. അങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മോളിക്യൂൾസ് തരട്ടെ. ഇതെല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്ത് തരും. അതുകൊണ്ടാണ് മോളിക്യൂൾസ് എഴുതി. Find the number of moles of HCl which contain 3.01 in 10⁻⁵ molecules of HCl. 3.05 10⁻⁵ molecules of oxygen. ഏതായിരിക്കുന്ന ഫോർമുല ഏതാ? ഇത് ഇതോടെ കണക്ട് ചെയ്യണം. അപ്പൊ മോൾസ് ഈക്വൽ ടു n by 6.02 10⁻23. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n വരെ എത്ര എണ്ണം? 3.01 10⁻25 by 6.02 10⁻23. കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടത്തില്ലേ? 1/2 ആവും. 1/2 0.5 എഴുതിക്കൂടെ? എഴുതാം. ഇൻറ്റു ഇത് 10⁻2 എഴുതിക്കൂടെ? ഇതാ ഇവിടേക്ക് പോകുമ്പോ 10⁻2. നിങ്ങൾ നോക്കണം, കാൽക്കുലേറ്റ് നിങ്ങളായിരിക്കുന്നത്, നിങ്ങളത് നോക്കിയാൽ മതി.
50. നമ്പർ ഓഫ് മോൾസ് 50 ആണോ നോക്കി. ശരിയാണെങ്കിൽ പറയണം. ഞാൻ ഊഹം വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടം വരെ നിങ്ങൾ നോക്കിയാൽ മതി. എന്നിട്ട് ആൻസർ ശരിയല്ലെങ്കിൽ നിങ്ങൾ പറയുക ശരിയായില്ല സാർ, ഞങ്ങളുടെ കാൽക്കുലേറ്റർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ കാൽക്കുലേറ്റർ ആര്യനാട് കാൽക്കുലേറ്റർ ആണ്, അതുകൊണ്ട് കാൽക്കുലേറ്റർ വ്യത്യാസമുണ്ട് എങ്കിൽ പറയണം. സുലൈമാനോ ഡൗട്ടും ഇല്ല? ഓക്കെ. ഇല്ല, ഞാൻ മിക്സ് ചെയ്ത് തരാൻ പോവാ. കാൽക്കുലേഷൻ ഒന്ന് പറയാമോ? ഞാൻ തന്നിരിക്കുന്ന വാല്യൂ എന്നെ എടുക്കുക. കണ്ട എന്നെ തന്നിട്ടുണ്ട്. ഞാൻ കണ്ടോ, വാല്യൂ കൊടുത്താൽ മതി. ബാക്കിയാണ് ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേഷൻ നിങ്ങൾക്ക് വിട്ടു, ഞാൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്. എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല. കേട്ടോ, ശിഖർ ഒരു ഡൗട്ടുണ്ടോ? ഇല്ല. ആദി ഇല്ല. ഓക്കെ, ഇല്ല. അപ്പൊ ഞാൻ മിക്സ് ചെയ്ത് തരട്ടെ. ഓക്കെ, മിക്സ് ചെയ്ത്. അപ്പൊ നിങ്ങൾ തന്നെ പറയണം ഏത് ഫോമിനെ ഉപയോഗിക്കണം. എഴുതി ഒരു ക്വസ്റ്റ്യൻ എഴുതി. .4 gram oxygen, 6.4 gram oxygen occupies in a vessel. Occupies in a vessel. Find 1 volume. Find 1 volume. 2 number of molecules. And 3 number of moles. ഇത് മൂന്നെണ്ണം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ പോവാ. ഞാനൊന്ന് പറഞ്ഞുതരാം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചാൻസ് ഇല്ല. തന്നിരിക്കുന്ന മാസ് തന്നിട്ടുണ്ട്. ആദ്യം എഴുതണം. മാസ് is equal to 6.4 ആണല്ലോ. തർക്കമില്ലേ? ആദ്യം ഞാൻ ചെയ്യാം. 6.4 മാസ് is equal to 6.4. ഒഴിപ്പിക്കരുത്. മാസ് is equal to 6.4 gram. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what would be the volume? Volume is equal to question mark. അപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതണ്ടോ ഫോർമുല? ഇതിനകത്തുള്ള മാസിന്റെ ഇക്വേഷൻ എടുക്കണം. മാസിന്റെ ഇക്വേഷൻ ഏതാ? എം ബൈ എം അല്ലേ? അതെ, ആ എം ബൈ എം എടുക്കണം. എടുത്തു. ഇനി വോളിയം കണ്ടുപിടിക്കേണ്ടത് ആ വോളിയത്തിന്റെ ഇക്വേഷൻ എടുക്കണം. വി ബൈ 22.4 ആണ്. ഇതാ ഇക്വേഷൻ എടുത്തു. ഇക്വേഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം നമുക്ക് കണ്ടുപിടിക്കേണ്ട മാസ് എന്നുണ്ട്. വോളിയം കണ്ടുപിടിക്കണം. മാസിന്റെ ഇക്വേഷൻ എടുക്കണം, വോളിയത്തിന്റെ ഇക്വേഷൻ എടുക്കണം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസിന്റെ വാല്യൂ എത്ര? 6.4. മോളിക്കുലാർ മാസ് ഓഫ് എന്താ അതിരിക്കുന്നത്? ഓക്സിജൻ അല്ലേ? ഓക്സിജൻ മോളിക്കുലാർ മാസ് 32 അല്ലേ? 32 ഈക്വൽ ടു വി ബൈ 22.4. ഇനി ഇത് കട്ട് ചെയ്യുമ്പോ എത്ര വരും? ഇവിടെ ഒരു അല്ലെ നമുക്ക് വി സിക്കൽ എഴുതാം. ക്രോസ് എഴുതാം. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 32 എഴുതാം ആണല്ലോ. 22.4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇങ്ങനല്ലേ വോളിയം കിട്ടുന്നുണ്ടോ? ദാറ്റ്സ് ഈക്വൽ ടു, ഞാൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു 2 ഇട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു 10 ഇടും. തെറ്റുണ്ടെങ്കിൽ പറയണം. നിങ്ങളുടെ ഇഷ്ടത്തിന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇത് 44.8 എന്ന് എഴുതി. അപ്പൊ 4.48 എന്ന് എഴുതിയാൽ എത്ര ലിറ്റർ ആണ്? തെറ്റുണ്ടെങ്കിൽ പറയാം. കാൽക്കുലേഷൻ ഞാൻ നിങ്ങളെ ഇഷ്ടം പോലെ വിട്ടുതരുന്നു. ബാക്കി കാര്യമേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. കാൽക്കുലേറ്റ് നിങ്ങൾ ചെയ്തോണം. നിങ്ങളുടെ കയ്യിൽ ആ കാൽക്കുലേറ്റ് ഇരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. സജീദ് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. മുഹമ്മദ് ഫാസ് ഫാരിസ്
കറക്റ്റ് ആയിട്ടുണ്ട്. ഗൗരി, അനുപമ, ഓക്കെ. ഓക്കെ ഓക്കെ, എല്ലാവരും കറക്റ്റ് ആയിട്ട്. കുമാർ, വെരി ഗുഡ്. പ്രശ്നമല്ല. അപ്പൊ എങ്ങനെ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വേറെ ഒന്നും ആലോചിച്ചുകൊണ്ടിരുന്നേ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ ഏത് തന്നിരിക്കുന്ന ഇതങ്ങ് എഴുതുക, ആദ്യം ഇതങ്ങ് എഴുതുക. നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് ഫോം തന്നിരിക്കുന്നത് എഴുതുക, എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ടതാണ് കണ്ടുപിടിക്കുക. തുടക്കട്ടെ, തുടങ്ങാം. രണ്ടാമത് കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാസ് ആയിരിക്കുന്നത്. രണ്ടാമത്തെ മാസ്, ഈ മാസ് വെച്ചാണ് ചെയ്യേണ്ടത്. അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോളിക്യൂൾസ് ഈക്വൽ ടു വാട്ട്, n is equal to what. അപ്പൊ ഏതൊക്കെ ഫോർമുല എടുക്കണം? മാസ് എടുക്കണം, m by m എടുക്കണം. മോളിക്യൂൾസ് ഫോർമുല n by 6.02 10⁻23 എടുക്കണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം, വേറെ ഒരു ജോലിയില്ല. സ്കൂളിൽ ഇങ്ങനെ ആയിരിക്കില്ല ചെയ്യുന്നത്, ഉറപ്പാ. തർക്കമുണ്ടേ പറയാം. ഇങ്ങനെ ആണെങ്കിൽ ഇപ്പൊ പറയാം, ഇങ്ങനെയാണ് സാർ. സബ്സ്റ്റിറ്റ്യൂട്ട് മാസിന് വരെ എഴുതിക്കും. 6.4, മോളിക്കുലാർ മാസ് 32, ഓക്സിജന. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കണം. 6.02 10⁻23 ആണ്. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് n is equal to 32 താഴെ 6.4 into 6.02 into 10⁻23. That's equal to. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 ഇടാം, ഇവിടെ 2 ഇടാം, 10 ഇടാം അല്ലേ? അപ്പൊ 2 into 6.02 into 10⁻22 വരും. ദാറ്റ് ഈസ് 12.04 10⁻22 വരും. എന്ന് പറഞ്ഞാൽ 1.204 10⁻23 ആൻസർ വരും. കിട്ടും. ശരിയാണോ നോക്കി, നിങ്ങളെ കാൽക്കുലേറ്റർ വെച്ച് നോക്കി. കറക്റ്റ് അല്ലേ? ആ കറക്റ്റ്. അപ്പൊ ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ ചെയ്യില്ല, നിങ്ങൾ ചെയ്തോണം. ആൻസർ കണ്ടുപിടിക്കണം. സംശയമില്ല. ആ പലരും ചെയ്യുന്നുണ്ട്. സനുജയൊക്കെ ചെയ്തു. സനുജ ഗ്രേറ്റ്. മുഹമ്മദ് ഗ്രേറ്റ്. നിഷി എങ്ങ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അനുഭവം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ആരെങ്കിലും കറക്റ്റ്, ആരെങ്കിലും കൂടെ വരുന്നുണ്ട്. നിങ്ങളും കൂടെ വന്നോണ്ടിരിക്കുകയാണ്, കറക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. രാജേഷ് ഓക്കെ ഓക്കെ. ആ ഒരു പ്രശ്നമില്ല, ഇല്ല. ഇപ്പൊ തുടക്കാം. എനിക്ക് ശിഖ തുടക്കട്ടോ. ഇനി അടുത്തത് മോള് കണ്ടുപിടിക്കണം. ഇനി മോള് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ചെയ്തതാണോ മോൾ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മോളാണ് കണ്ടുപിടിക്കുന്നത്. മോൾ is equal to what? അപ്പൊ മോൾ എടുക്കണം. മോൾ is equal to തന്നിരിക്കുന്ന മാസ് ആണ്, മാസ് ബൈ മോളിക്കുലാർ മാസ്. മാസ് എത്രയുണ്ട്? എത്ര? 6.4 32. That's equal to what? 2 by 10 വരും. That's equal to എത്ര? 0.10 0.2. കറക്റ്റ് ആണ്. ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്നെക്കാൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു. പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ഏത് തന്നാലും നിങ്ങൾ ചെയ്യും, ഏത് തന്നാലും നിങ്ങൾക്ക് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ തരട്ടെ. ഒരു ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ തരാൻ പോകാം. എഴുതിക്കലായിട്ടോ. A vessel contain ഏത് ഗ്യാസ് വേണം? അമോണിയ ഗ്യാസ്. Vessel contain ammonia gas. The volume of the vessel is
volume of the vessel is 200 ml. 200 ml. Find 1. Mass 2. Molecules 3. Number of moles. മാസ് എത്ര കണ്ടുപിടിക്കണം, മോളിക്യൂൾസ് കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ്. ചെയ്യാമോ? ചെയ്ത് ഞാനിവിടെ ചെയ്യാം, നിങ്ങളോട് ചെയ്ത് ആൻസർ കോറിലേറ്റ് ചെയ്ത് നോക്കണം. വോളിയം തന്നിരിക്കുന്നത് 200 ml എന്ന് ഞാനിവിടെ ചെയ്യാണ്. നിങ്ങൾ കോറിലേറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. വോളിയം തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ മാസ് കണ്ടുപിടിക്കണം. മാസിന്റെ ഇക്വേഷൻ എടുക്കണം. മാസിന്റെ ഇക്വേഷൻ ഇതാണ്, m/m = വോളിയത്തിന്റെ ഇക്വേഷൻ ഇതാണ്, v/22.4. നമുക്ക് ക്രോസ് മാസം കണ്ടുപിടിക്കാം. മാസ് ഇങ്ങോട്ട് എടുക്കാം, m × v / 22.4 -50. That's equal to mass, molecular mass. What is the molecular mass of ammonia? Nitrogen 14, hydrogen 3, 17 into volume. തന്നിരിക്കുന്ന 200 ml. ഒന്നുകിൽ ഇതിനെ ലിറ്റർ ആക്കി മാറ്റണം, അല്ലെങ്കിൽ ml ആക്കി മാറ്റണം. ലിറ്റർ ആക്കി മാറ്റുമ്പോൾ 0.2 അല്ലേ, 1000 ഡിവൈഡ് ചെയ്താൽ പോയി. അതിനെ ലിറ്റർ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ml ആക്കണം. ഏതെങ്കിലും ചെയ്യണം. 22.4. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്തോ? ആരും ആൻസർ പറയുന്നില്ല, ഞാൻ പറയണോ? ആരുടെയും കാൽക്കുലേറ്റർ ഇറങ്ങുന്നില്ല, ഇതൊരു ആൻസർ വന്നില്ല. ഞങ്ങൾ ചെയ്യണമായിരിക്കും. ആരും കാണുന്നില്ല, ഞാനത് ചെയ്തു നോക്കാം. 17 × 0.2 ഡിവൈഡ് ബൈ 22.4. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 11 ഈ ഡെസിമൽ എടുത്ത കളർ 17/112. 0.01112 58 580 5 6 ഇല്ല 5 5 2 10 5 5 6 5 5 20 0 1 0.15 2 ഡെസിമൽ എടുത്താണ് 0.15 മുളന്നു അല്ലല്ലോ. 0.15 ഗ്രാം മാസല്ലേ, 3 ഗ്രാമേ ഉള്ളൂ. കറക്റ്റ്. ഇപ്പൊ നമുക്ക് അത് ഞാൻ എഴുതിയിട്ട് എഴുതിയതാണോ? ഞാൻ എഴുതിയോണ്ട് എഴുതിയതാണോ അതോ നിങ്ങൾ കണ്ടുപിടിച്ചാണോ? അല്ല, നിങ്ങൾ കണ്ടുപിടിച്ച. വെരി ഗുഡ്. 2 3 ഡെസിമൽ മതി, ഡെസിമലായാലും മതി. അടുത്ത മോളിക്യൂൾസ് കണ്ടുപിടിക്കാമോ? പഠിക്കട്ടെ. മോളിക്യൂൾസ് വേണം. മാസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫോമിൽ എടുക്കാം. വോളിയം തന്നിരിക്കുന്നുണ്ട്, ഈ ഫോമിൽ എടുക്കണം. ഞാനിവിടെ കളക്ട് ചെയ്ത് എന്നിട്ട് കണ്ടുപിടിക്കേണ്ട മാസ് അല്ലേ. ഈ എം ഇങ്ങോട്ട് പോയാൽ പോരെ, അപ്പൊ എം ബി ആകത്തില്ലേ /20.4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചില്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തും ഇങ്ങനെ മൾട്ടിപ്ലൈ തുല്യമാണ്. അപ്പൊ m = ഈ എം വെളി പോകും, MV/20. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നീ പറയണം. No,
മാസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെടുക്കണം, മാസ് ബൈ മോളിക്കുലാർ മാസ്. വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ വി ബൈ 22.4. മാസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. മാസ് എം ബൈ എം. മോളിക്കുലാർ മാസ് എത്ര? അമോണിയയുടെ 17 ഈക്വൽ ടു വി തന്നിട്ടുണ്ട്. വി എത്ര നിൽക്കുന്നത്? 200 ml. അതിനെ ലിറ്ററിലേക്ക് മാറ്റ് 0.2 ലിറ്റർ എന്ന് എഴുതാം. എഴുതാമല്ലോ. ശരിക്കൂടി 0.2 ലിറ്റർ ഡിവൈഡ് ബൈ 22.4. Therefore m is equal to what? ഇത് വെളി എഴുതാമല്ലോ. 0.2 into 17 by 22.4. That's equal to what? Point എത്ര വന്നു? 15. Yeah. Yeah, right. Okay, very good. തുടങ്ങട്ടെ. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മോളിക്യൂൾസ്. മോളിക്യൂൾസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. മോളിക്യൂൾസ് ഇക്വേഷൻ ഏതാ? ഇതല്ലേ. അപ്പൊ n ബൈ 6.02 10⁻23 തന്നിരിക്കുന്ന വോളിയല്ലേ. അപ്പൊ v ബൈ 22.4. ഇതിൽപ്പോ എളുപ്പം വേറെ ഒന്നും പറ്റത്തില്ല കേട്ടോ. അല്ലാതെ നിങ്ങൾ പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ ഈ ഫോമിലായിട്ട് കണക്ട് ചെയ്തേ ആവാം. കണ്ടുപിടിക്കണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് എഴുതുക, ആദ്യം എഴുതുക, അത്രേ ഉള്ളൂ. അപ്പം n കണ്ടുപിടിക്കേണ്ട മോളിക്യൂൾസ് ആണ്. n ബൈ 6.02 10⁻23. വോളിയം തന്നിട്ടുണ്ട് എത്ര? 200. അപ്പൊ 0.2 ബൈ 22.4. അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. n സിഗിതങ്ങൾ ഇപ്പോൾ അല്ലേ. 0.2 into 6.02 10⁻23 by 22.4. കാൽക്കുലേറ്റ് ചെയ്ത് എത്ര മോളിക്യൂൾസ്? ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പറയണം, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. ആദ്യം പെട്ടെന്ന് എടുക്കുക കാണിക്ക്. അനന്തോ പെട്ടെന്ന് എടുക്കുക കാണിക്ക്. ഇവിടെ ആൻസർ കിട്ടി. 0.0575 into 10⁻23. 0.05 into 10⁻23 നിൽക്കുന്നത്. 0.53. 2 ദിവസം പോയി നമ്മൾ കിട്ടിയ അങ്ങനെ ഞാൻ ചെയ്യേണ്ടതല്ലോ. ഓക്കെ, വെരി ഗുഡ്. അടുത്ത മോളിക്യൂൾസ് നമുക്ക് അടുത്ത മോൾസ് കണ്ടുപിടിക്കാം. മോൾസ്, നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുല എന്താ? മോൾസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മോൾസ്. ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഏതാണ് നമുക്ക് ചെയ്യേണ്ടത് അനുസരിച്ച് ചെയ്തെത്താം. തേർഡ് വൺ മോൾസ് കണ്ടുപിടിക്കാം. മോൾസിന്റെ ഫോർമുല എഴുതാ. മോൾസ് ഇസ് ഈക്വൽ ടു ഏതാ? വോളിയം ഏതെങ്കിലും വോളിയം ബൈ 22.4. ദാറ്റ്സ് ദി വോളിയം. 0.2 by 22.4. That is 1 by 112 അല്ലേ. 1 by 112. 0.000 0 എത്ര വന്ന്? 8 9 9 18 9 9 8 17 3 10 9 8 8 16 8 9 4 ബാക്കി 4 9 0 1 104 1 0.008 0.008 മോള് കിട്ടാൻ കിട്ടിയോ? കിട്ടിയല്ലേ. പെട്ടെന്ന് വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ക്രിയ പഠിക്കാതെ സ്കൂളിൽ ഇങ്ങനെ ഒന്നല്ല പറഞ്ഞത്, വേറെ രീതിയിലായിരിക്കും പറഞ്ഞിരുന്നത് കേട്ടല്ലോ. സംശയം ഉണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചാണ്, സ്കൂളിൽ ഇപ്പൊ ഓൺലൈൻ ചെയ്ത് കാണുമല്ലോ, കാണും. പക്ഷെ അങ്ങനെ ഒന്നല്ല. ഇത് എളുപ്പം ചെയ്യാൻ ഒരു മെത്തേഡാണ്. ഈ ഒരു പ്രത്യേക ഒരു നാക്കിൽ അങ്ങ് ചെയ്യണം. ഏതാണോ കണ്ടുപിടിക്കണം അതനുസരിച്ച് ഇക്വേഷൻ കൊണ്ടുവരിക, ചെയ്യുക.
ഓക്കെ, ശരി, ഉറക്കട്ടാ. ഓക്കെ, നെക്സ്റ്റ്. ഇനി ചിലപ്പോൾ നമുക്ക് ഈ മോളിക്യൂൾസിന് പകരം ചിലപ്പോൾ നമുക്ക് തരുന്നത് ആറ്റം കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ആറ്റം എന്ന് പറയുന്നത് ഈ മോളിന് പകരം വേറെ ഒരു വ്യത്യാസമില്ല, ഗ്രാം ആറ്റം എന്ന് പറയും. നമ്മൾ നേരത്തെ എന്താ എഴുതിയത്? വാട്ട് ഇസ് മോള്? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് വാട്ട്? അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഗ്രാം ആറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ മാസ് ഓഫ് അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ആ ഒരൊറ്റ വ്യത്യാസം കൊണ്ടുവരാണ്. It is the mass of Avogadro number of molecules. It is the mass of Avogadro number of atoms. അവിടെ കിട്ടും ബാക്കി എല്ലാ സീനും. അപ്പൊ മാസ് ബൈ മോളിക്കുലർ മാസ് എന്തായി മാറും? അറ്റോമിക് മാസ് ആയി മാറും. മോളിക്കുലർ മാസ് അറ്റോമിക് മാസ് ആവും. വോളിയം ബൈ അത് വോളിയം, അതിന് മാറ്റമൊന്നുമില്ല, 22.4 ലിറ്റർ, വ്യത്യാസമൊന്നുമില്ല. ഇത് ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്പർ ഓഫ് ആറ്റംസ് ആണ്. 6.23 ആറ്റംസ് ആണ്, എല്ലാ ആറ്റംസിനെ കിട്ടിയത്. What is my gram atom? It is the mass of Avogadro number of atoms. വേറെ ഒരു ചേഞ്ചും ഇല്ല. ആ മോളിക്യൂൾസ് മാറ്റിയിട്ട് നിങ്ങൾ ആറ്റം കൊടുത്താൽ മാത്രം മതി, വേറെ ഒരു ചേഞ്ചും ഇല്ല. സെയിം പ്രോബ്ലം. നിങ്ങൾ പ്രോബ്ലത്തിൽ അങ്ങോട്ട് നേരത്തെ തന്നെ മോളിക്യൂൾസ് എല്ലാം മാറ്റിയിട്ട് ആറ്റം ഇട്ട് ആ മോൾ നമ്പർ ഓഫ് ഫൈൻഡ് നമ്പർ ഓഫ് മോൾസ്, ഫൈൻഡ് നമ്പർ ഓഫ് ഗ്രാം ആറ്റം പഠിച്ചാൽ മതി. അതുപോലെ തന്നെ ചെയ്തു, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കേണ്ടത് അറ്റോമിക് മാസം ഉപയോഗിക്കാം, അറ്റോമിക് മാസം ഉപയോഗിക്കാം. മോളിക്കുലർ മാസം ഉപയോഗിക്കരുത്, ആറ്റമാണ്. അറ്റോമിക് മാസം ആയിരുന്നു. സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഞാൻ ഉപയോഗിക്കാനൊക്കത്തില്ല. ആറ്റം എടുക്കാനൊക്കെ. ആറ്റം എത്ര ആറ്റം എന്നാണ്? അറ്റോമിക് മാസം മാത്രമേ എടുക്കാം. E/20.4 N/6.1023. ഇത് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ മോൾ കൺസെപ്റ്റ് എന്ന കൺസെപ്റ്റ് ഇവിടെ പൂർണ്ണമാവും. മൂന്നാമത്തെ പോയിന്റ് തീരും. മൊത്തം 9 പോയിന്റ് ആണ് ചാപ്റ്റർ. കാരണം കംപ്ലീറ്റ് പ്രോബ്ലം ആയിട്ട് നമുക്ക് ഇങ്ങനെയും പോകാനൊക്കെ ഉള്ളൂ. ഓരോന്നോരോന്നെടുത്ത് നിങ്ങൾ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്, കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാധനമാണ്. ഈ മോൾ കൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് ഇനി അടുത്ത ഒരു സാധനമുണ്ട്. നമുക്ക് മോൾ കൺസെപ്റ്റ് പഠിപ്പിച്ചതിനനുസരിച്ച് ഇനി അടുത്ത കൊണ്ട് പോകാനൊക്കെ ഉള്ളൂ. നാലാമതൊരു പോയിന്റ് അടുത്ത പോയിന്റിലേക്ക് ആകുമ്പോൾ വരണമെങ്കിൽ നമ്മൾ മോൺസെപ്റ്റ് കംപ്ലീറ്റ് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും പോയിന്റ് നമ്മൾ പഠിച്ചു. മോൾ കൺസെപ്റ്റിനെ പറ്റി എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ മോള് പഠിച്ചിട്ട് ആറ്റത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പഠിച്ചിരിക്കണം. വേറെ ഒന്നും ഒരു മാറ്റമില്ല. അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. മോളിക്യൂൾസ് മാത്രം എടുക്കരുത്, ആറ്റം മാത്രം എടുത്താൽ മതി. ഓക്കെ.